ഇസ്രയേൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ യുദ്ധം തുടരുകയാണ്. തലപ്പത്തുള്ള രണ്ട് നേതാക്കന്മാരെ ഇസ്രയേൽ നാമാവിശേഷം ആക്കി കഴിഞ്ഞു. ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കിയ ഇസ്രയേലിന്റെ അടുത്ത ഇര അയത്തുള്ള ഖൊമൈനിയാണ്. എന്നാൽ അദ്ദേഹം നിലവിൽ ഒളിവിലാണ്. എന്നാൽ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അദ്ദേഹത്തെ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരവും. ഇറാൻ ഒരു പൂ ചോദിച്ചു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്ലാമിക ജിഹാദിക്കും ഒക്കെ കൊടുത്തതുപോലെ ഒരു പൂന്തോട്ടം തന്നെ ഇസ്രയേൽ തിരികെ നൽകും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകുകയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് പറയുന്നു. അടുത്ത 2 ആഴ്ച കൊണ്ട് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉറപ്പായ സമയം. ഇന്ത്യ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാത്തിരിക്കുന്നു. ആദ്യം ആക്രമിക്കില്ല എന്നായിരുന്നു ഇന്ത്യയുടെ നയം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ആദ്യം ആക്രമിച്ചു. കൊൽക്കത്തയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച കാര്യം ഇന്ദിരാഗാന്ധി അറിയുന്നത്. ആ വേദിയിൽ വെച്ച് ഇന്ദിരാഗാന്ധി പറഞ്ഞു, താങ്ക് ഗോഡ് ദേ ഹാവ് അറ്റാക്ക്ഡ് അസ് എന്ന്. ബാക്കിയെല്ലാം ചരിത്രം. ഒരു പ്രകോപനവും ഇല്ലാതെ ഒക്ടോബർ 7, 2023 ഹമാസ് മുസ്ലിം തീവ്രവാദികൾ ഇസ്രയേൽ കയറി 1200ഓളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു. ഇന്നിപ്പോൾ ഹമാസ് കല്ലിനുമേൽ കല്ല് ശേഷിക്കാതെ നാമാവശേഷമായി. ഒരു പ്രകോപനവും ഇല്ലാതെ ഹിസ്ബുള്ള മുസ്ലിം തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയച്ചു. അതിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12 ഇസ്രയേലി കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇന്നിപ്പോൾ ഹിസ്ബുള്ളയും ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതായി. ഇറാൻ ചെയ്തത് ഇസ്രയേലിന് അനുഗ്രഹമായി. ആദ്യം ഇറാനാണ് ഇസ്രയേലിനെ ആക്രമിച്ചത്. ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇറാന്റെ ഇരവാദം ഇനി കേരളത്തിൽ അല്ലാതെ വേറെ എങ്ങും ഏശുകയില്ല. ഇസ്രയേൽ പണ്ടേ എല്ലാം തയ്യാറായിരിക്കുന്നു. കൂടെ അമേരിക്കയും ചേരുമ്പോൾ റഷ്യ കൊടുത്ത പാട്ട ആയുധങ്ങളുമായി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് എത്ര ദിവസം പിടിച്ചു നിൽക്കാനാകുമെന്നത് മാത്രമാണ് ഇനി ചോദ്യം. ഒരു മുസ്ലിം രാജ്യവും ഇറാനൊപ്പം നിൽക്കില്ല. ഇറാൻ കൊട്ടിയാഘോഷിച്ച് 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് ഇന്നലെ അയച്ചത്. അതിൽ ഭൂരിഭാഗവും ജോർദാൻ എന്ന മുസ്ലിം രാജ്യത്തിന്റെ മുകളിൽ വെച്ച് തന്നെ ഇസ്രയേൽ തകർത്തു. അപ്പോൾ ജോർദാൻ ആർക്കൊപ്പമാണ്? ഇറാൻ 200 മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചിട്ടും മരണം 1 മാത്രം. അതും ഇസ്രയേലി പൗരനല്ല. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച തെരുവിലൂടെ നടന്നുപോയ ഒരു പാലസ്തീൻകാരനാണ് കൊല്ലപ്പെട്ടത്. ഒരാഴ്ച ഇറാൻ പിടിച്ചു നിന്നാൽ ഭാഗ്യം. എന്തായാലും ഇറാൻ ജനതയ്ക്ക് ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്ന് മോചനം ഉണ്ടാകാൻ പോകുകയാണ്. ഇറാനിലെ സൈന്യത്തിൽ നല്ലൊരു പങ്ക് ഇസ്രയേൽ ചാരന്മാർ ഉണ്ട് എന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് തന്നെ ഇന്നലെ പറഞ്ഞു. ഇറാൻ ജനതയുടെ ഇസ്ലാമിക ഭീകരത ഭരണകൂടത്തിന് എതിരെ തെരുവിലിറങ്ങും. അതോടെ ഇറാൻ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും വരുമെന്ന് തന്നെ പ്രത്യാശിക്കുന്നു. ഇറാൻ ഒരു പൂ ചോദിച്ചു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്ലാമിക് ജിഹാദിനുമൊക്കെ കൊടുത്തതുപോലെ ഒരു പൂന്തോട്ടം തന്നെ ഇസ്രയേൽ തിരികെ നൽകും. അടുത്ത 2 ആഴ്ച കൊണ്ട് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാകും എന്നുറപ്പ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. അദ്ദേഹം നൽകുന്ന വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഏറെ ചർച്ചയാകാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും വൈറലാകാറുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് നിറയുന്നതും. ഈ പോസ്റ്റിന് നേരെ വന്ന കമന്റ്സ് ഇങ്ങനെയാണ്. ഒരു ഉപഭോക്താവ് പറയുന്നത് ഇങ്ങനെ: ലോകത്തിന് ഊഹിക്കാൻ കഴിയാത്ത വിധം മെച്ചത്തിലുള്ള മിസൈൽ ഡിഫൻസ് ആണ് ഇസ്രയേലിൻ്റെത്. ഇറാൻ പേടിക്കേണ്ട. മോഹൻലാലിനും ഇന്നസെന്റിനും വിയറ്റ്നാം കോളനി ഒഴിപ്പിച്ചതുപോലെ ഇറാൻ കോളനി ഇപ്പൊ പൊളിയും. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ കുറെ കാലമായി ഹർത്താൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇറാനിൽ നിന്ന് ഒരു ന്യൂസ് വരുന്നത്. എത്രയും പെട്ടെന്ന് ഇറാൻ തീവ്രവാദികൾക്ക് വേണ്ടി ഒരു ഹർത്താൽ ഇവിടെ പ്രതീക്ഷിക്കാം. കുപ്പിയും കോഴിക്കാലും വാങ്ങിക്കാനുള്ള കാശ് ഞാൻ റെഡിയാക്കട്ടെ. അടുത്ത കമന്റ്: നാക്ക് പൊന്നാവട്ടെ. തീവ്രവാദവും ആക്രമണങ്ങളും ഇല്ലാത്ത, മതത്തിനോ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾക്കോ വേണ്ടി മനുഷ്യനെ കൊല്ലാത്ത ഒരു പുതിയ ലോകക്രമം ഉണ്ടാകട്ടെ. ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്നിങ്ങനെയാണ് മറ്റൊരു ഉപഭോക്താവ് കമന്റ് ഇട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.